ഒഴിച്ചിലും തിരുമലായിട്ടൊക്കെ ഇരിക്കല്ലേ, അത്രയ്ക്ക് ജോറായിട്ടല്ലേ ഇയാള് കൊടുത്തത്. ദേ, രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോയി ട്രൈ ചെയ്യാം. ഈ ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കാനാ. വെളിയിൽ നിന്ന് പൂട്ടി താക്കോല് വാതിലിന്റെ മുകളിൽ വെച്ചേക്കാം. ഞങ്ങൾ വരുന്നത് വരെ അകത്തുനിന്ന് ഒരു ശബ്ദം പോലും ഉണ്ടാക്കരുത്. ജൂലി, നീ വേഗം റെഡിയാവും. പേടിക്കാനൊന്നുമില്ല. തൽക്കാലം വേറെ ഒന്നും ആലോചിക്കണ്ട, റിലാക്സ് ചെയ്യും. പറഞ്ഞത് കേട്ടില്ലേ, മനസ്സിന് വിഷമം കൊടുക്കാതിരുന്നാ മതി. എന്ത് വന്നാലും നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. പടച്ചോ നമ്മളങ്ങനെ കൈവിടൂല. റസ്യ, നീ ആ കഞ്ഞി എടുത്തു കൊടുക്ക്. എനിക്കൊന്നും വേണ്ട കാതൃക്ക. കഴിക്കാതിരുന്നാൽ എങ്ങനെ? അസുഖം ഭേദാവണ്ടേ? എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. പോലീസുകാര് കോളേജിൽ നിന്ന് കുറെ കുട്ടികളെ പിടിച്ചോണ്ട് പോയെന്ന് കേട്ടു. രമേശിനെ അവര് പിടിച്ചിട്ടുണ്ടാവോ കാതൃക്ക? അവനെ എങ്ങാനും അവരുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ കരഞ്ഞ അസുഖം കൂട്ടണ്ട, നമുക്ക് അന്വേഷിക്കാലോ. ഞാൻ ആ പ്രിൻസിപ്പാൾ അച്ഛനൊന്ന് കണ്ടിട്ട് വരാം. ഇതാര് ലേക്കുഞ്ഞോ? ഇതെന്താ ഈ നേരത്തെ ഇവിടെ? നടേശനങ്ങളിൽ ഒന്ന് കാണാൻ വന്നതാ, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അയ്യോ, സാർ ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? വളരെ അർജന്റ് ആയിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു വിട്ടതാ. ലേഖക്കുഞ്ഞായതുകൊണ്ട് പറയാ, കോവളം റൂട്ടില് നടേശൻ സാറിന് ഒരു പേഴ്സണൽ ഗസ്റ്റ് ഹൗസ് ഉള്ളത് അറിയാലോ? ആ പെട്രോൾ ബങ്കിന്റെ എതിർവശത്ത്. അതെ അതെ, ഞാൻ പറഞ്ഞാണെന്ന് അറിയണ്ട കേട്ടോ. ഇനി ഇപ്പൊ അങ്ങനെ കാണാൻ പോണോ? അങ്ങയുടെ സൗന്ദര്യം കാണാനല്ല നമ്മൾ അവിടെ പോകുന്നത്. രമേശിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കാനാ. നീ വേ കേറ്. പൂട്ടിയിരിക്കുകയാണല്ലോ. എന്തായാലും അകത്ത് ആളുണ്ട്. അങ്ങനത്തെ കാറും കിടപ്പുണ്ട്. ആളുകളില്ലാത്ത ബംഗ്ലാവിൽ പമ്മി നോക്കണെന്തിന്? ഞങ്ങൾ മിനിസ്റ്ററെ കാണാൻ വന്നതാ. മിനിസ്റ്റർ ഇവിടെ ഇല്ലല്ലോ. ഞങ്ങൾ മിനിസ്റ്റർ വിളിച്ചിട്ട് വന്നതാ. തന്നെ? ഇത് നേരത്തെ പറയാത്തത്? ഞാൻ വാച്ചറാണ് വേലായുധൻ. ഇതൊന്ന് പിടിക്ക്. വന്നിട്ട് തോന്ന നേരായ? ഇപ്പൊ വന്നേ ഉള്ളൂ. അകത്തേക്ക് വരി. കേത്തലിന്റെ പോയതാണ് ചിക്കനും ചപ്പാത്തി മേടിക്കാൻ. ഇവിടെ വന്ന സാറിന്റെ ശാപ്പാട് അവിടെ നിന്ന് തന്നെ. ഡ്രൈവർ പയ്യൻ വീട്ടിൽ പോയി, അതുകൊണ്ട് ഞാൻ തന്നെ പോയത്. ഇവിടെ കുക്കില്ലേ? കുക്കർ ഒരുത്ത ഉണ്ടായിരുന്നു, അറുമുഖൻ. അവൻ വഴക്കിട്ട് പോയി. അല്ല, പേരെന്തര്? എന്തര്? ഈ കൊച്ചിന്റെ വായിക്കൊള്ളാത്ത എന്തൊരു പേരുകൾ തന്നെ. വല്ല സീത എന്നാ പാർവതി എന്നൊക്കെ ഇടാത്തത്? പേരിട്ടത് ഞങ്ങളല്ലല്ലോ. ഈ ചിക്കനും ചപ്പാത്തിയും വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തോളാം. വേണ്ട വേണ്ട, എന്റെ പണികൾ നിങ്ങൾ ചെയ്യുന്നതിന്. ഞങ്ങൾക്ക് മിനിസ്റ്ററോട് രഹസ്യമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. തന്നെ തന്നെ മനസ്സിലായി. എന്നാ കൊണ്ട് കൊടു. സാറിന്റെ വായി എന്നെ പള്ളി കേൾപ്പിക്കില്ലേ? അതൊക്കെ ഞങ്ങൾ ഏറ്റു. സാറിങ്ങോട്ട് വന്ന് കേറിയ മുട്ടായി ഭരണികൾ പൊട്ടിയ മാതിരി തുരുതുരാന്ന് ഓരോന്ന് വന്ന് കേറിക്കൊള്ളും. വാതിൽ തുറന്നു തന്നെ കിടക്കുന്നത് തള്ളി കേറിക്കൊള്ളി. നടേശൻ സാറിന്റെ തലയെ വരച്ചത് ബാക്കിയുള്ളവന്റെ ഊരെ വരച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു പോയേനെ. ഇവന്മാർക്കൊക്കെ കാവലിരിക്കാൻ തന്നെ നമ്മുടെ ഒക്കെ വിധി. ശ്രീപത്മനാഭ, എന്തിനാണിത്? സാറിന് വല്ല കൈപ്പിഴകളും പറ്റിയ? അങ്ങനെ വരാത്തതാണല്ലോ. പെട്രോൾ തീർന്നുപോയി. മാധവി ഇനിയിപ്പോ എന്നാ ചെയ്യും? തള്ളണം. തള്ളാൻ എവിടം വരെ?
അടുത്തൊരു പെട്രോൾ ബങ്ക് കാണുന്നത് വരെ ഈ ജോയിന്റെ വിറയിൽ ഇനി മാറിയിട്ടില്ല. വെറുതെ നീ പേടിച്ച് വേണ്ടത് പൊല്ലപ്പൊന്നും ഉണ്ടാക്കണ്ട. നമ്മളവിടെ പോയിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നീ ഒന്ന് വായ അടിച്ച് തള്ളുന്നുണ്ടോ? ജൂലി ഒന്ന് വേഗം തള്ള. അർമുക, ഡേ അർമുക, എവിടെ പോയി തൊലഞ്ഞത്? രണ്ടെണ്ണന്മാര് ലീവ്, പിന്നെ ഒരുത്തരുള്ളത് കുളത്തി മുങ്ങി ആറ്റി തന്നെ പൊങ്ങണത്. അച്ചമ്പി എത്തിയാ? ഇത് എവിടെ പോയി കിടക്കണത്? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് നിന്റെ പണികളും കൂടി ഞാൻ എടുക്കണേ. സോറി രായപ്പണ്ണ, ഒരു ചായ കുടിക്കാൻ പോയതാ. ചായകൾ കുടിക്കാനാ ഗുസ്തി പിടിക്കാനാ? നന്നായിട്ട് വയർ തൊഴുകണ്ടല്ലേ? അത് ചൂട് ചായ കുടിച്ചോണ്ടാ. അടുക്കള പണിക്കുന്ന യവനെയൊക്കെ പിടിച്ച് പെട്രോൾ അടിക്കാൻ നേരത്തെ എന്നെ പറഞ്ഞാ മതിയില്ലേ? രമേശോ എവിടെ? ഓടും. വേഗം പോ, അങ്ങോട്ടാ പോയത്. എവിടെ കാണുന്നില്ലല്ലോ. കണ്ടാ പീക്രി ആണെങ്കിലും അവൻ കരാട്ടെ മർമാണിയൊക്കെയാ. ജോസഫെ സൂക്ഷിച്ചു വേണം. എന്ന് തപ്പി എടുക്കണോ അവനെ? വിട്ടോ, വേഗം വിട്ടോ, വേഗം വിട്ടോ. രമേശ്, ഇവിടെ ഇറങ്ങിക്കോ. ഇറങ്ങിയ വഴി തന്നെ തിരിച്ചു കയറി വാ. എന്താ രമേശ്? അല്ല, ഇനി ഇവിടെ നിന്നാ പിന്നെ രാത്രി എങ്ങോട്ട് പോകും? പോലീസിന്റെ കൈ ചെന്ന് പെട്ട. തൽക്കാലം താൻ കയറി വാ. എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. സൂക്ഷിക്കണം, ആരുടെയും കണ്ണുപെടരുത്. ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു? നട വരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പണി പോയത്. വണ്ടിയൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. സത്യമാണോ ഈ പറഞ്ഞത്? സത്യം. ഞങ്ങൾ ചെന്നപ്പോ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നന്നായി. ആ ദുഷ്ടൻ എന്റെ അമ്മയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കിട്ടി. അവനത് വേണം. ഞാനൊന്ന് കുളിക്കട്ടെ. തലയാകെ പെരുപേർക്കുന്നു, മേലാകെ ചുട്ടു പൊള്ളുന്നത് പോലെ. രമേശ് എന്തിനാ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയത്? എങ്ങും പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേ? അത് മുറിയിലൊറ്റയ്ക്കായപ്പോ എനിക്കെന്തോ വല്ലാത്ത പേടിയായി. അമ്മയെക്കുറിച്ച് ഓർത്തപ്പോ നെഞ്ചു പൊട്ടണ പോലെ തോന്നി. എത്രയും വേഗം ആസ്പത്രിയിലെത്തി അമ്മയെ കാണണമെന്ന് മാത്രമായി മനസ്സിൽ. രണ്ടും കൽപ്പിച്ച് വാതിലിന്റെ മുകളിൽ താക്കോലെടുത്തു. പിന്നെ എങ്ങനെ ആശുപത്രിയിലെത്തിന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ആശുപത്രി കുമാരപുരത്തല്ലേ? പിന്നെ എങ്ങനെ നന്ദൻകോട് റോഡിലെത്തി? അത് ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോ മൊത്തം പോലീസ്. അവിടെ നിന്ന് കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. പിന്നെ എങ്ങോട്ട് ഓടണമെന്നറിയാതെ കണ്ട വഴി കൂടെ ഓടി. എന്താ? ആകെ കുഴപ്പായി. ജൂലി, 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 എന്താ?
കഥവ് തുറക്ക്. എടി ഞാൻ സോപ്പ് തേച്ചിരിക്കാം. എടി താഴെ പോലീസ് വന്നിരിക്കുന്നു. എന്നാ ഞാൻ മാഡത്തിനോട് പറയാം സാർ. ഓക്കെ. ആരാ? ഞാനാണ് കമ്മീഷണർ കർത്ത.